ആ വിജയൻ കോടതിയിൽ കൊടുത്ത കേസ് വിധിയായിട്ടുണ്ട്. കേസോ? അതെ, മനേത്തുവയൽ അവനുകൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എന്ത് പരിപാടി നടക്കണമെങ്കിലും അവന്റെ സമ്മതം കൂടാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ രഹസ്യമായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വിധിയായിട്ടുണ്ട്, അതും അവൻ അനുകൂലമായിട്ട്. സമയം കളയണ്ട, തുടങ്ങിക്കോ. നോക്കിൽ ചെമ്പൊരി ചിന്തുന്നുണ്ടേ മുഴക്കണം അടയ്ക്ക് മുന്നിൽ കടുകിടെ ഇവൻ മാറുമോ? നേരിലെതിർത്തൊരു ന്യായം മിണ്ടാനായി മണ്ണിൽ ആരുണ്ട്? ഇമ്പു പറഞ്ഞവരെല്ലാം പിന്നെ കുമ്പിട്ടു വീണു. എന്ത് തോന്നിയാ സാറെ കാണിക്കണേ? ആ കാലമാണ് വരാൻ മുന്നേ ഭാര്യക്കിട്ടി ഇറങ്ങാൻ പറ്റിയപ്പോൾ തീരണ്ടിരിക്കുക. ഞാൻ ഒന്ന് സഹായിക്കും. താഴത്തുനിന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഈ ഫോട്ടോ പൊട്ടിക്കട്ടെ. എല്ലാം വിട്ടൊഴിഞ്ഞ് ഏത്തമിടാൻ കാത്തുനിന്നേ. ഈ രക്ഷപ്പെട്ടി ഇതിലെങ്ങനെ പോയിക്കളാ. സൂക്ഷിക്ക, കുപ്പിച്ചിട്ടുണ്ട. ഇപ്പം പോയത് നന്നായി. ഇല്ലേ ചുമരൊക്കെ നമ്മൾ പൊളിക്കേണ്ടി വരികയാണ്. എന്റെ വിജയേട്ടാ, ഇത് വേണ്ട. കേസ് കൊടുത്തപ്പോ ക്യാപ്റ്റന്റെ റിയാക്ഷൻ കണ്ടല്ലേ? ക്ലബ് അടിച്ചു പൊടിച്ച് തൂഫാനാക്കി. നീ ഇതുകൂടെ അടിപൊളിയോ? വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പിള്ളേരൊക്കെ ഇപ്പൊ ഒറ്റ ക്ലബ് ഒഴിവാക്കരുത്. മനേത്തുവയൽ എല്ലാ പിള്ളേരും ഇന്നു മുതൽ ക്രിക്കറ്റ് കളിക്കണം. മാരത്തോൺ ക്രിക്കറ്റ്. ഇതെന്താ യുദ്ധം? ആ യുദ്ധം യുദ്ധം കാലുകുത്തിയൊരേതു മണ്ണും കൈവണങ്ങിയതാണെന്നും ചീറ്റിയെത്തിയ കാട്ടുപോത്തും തോറ്റുമാറിയതാണയ്യ. ഈ മണ്ണിന്റെ അകത്ത് ഇറങ്ങി കളിക്കണം. എന്തേ എന്താ ഗോട്ടികളേത്? ക്രിക്കറ്റ് അല്ലേ? നമുക്ക് രണ്ടു ചാക്ക് വിത്തായിട്ട് വന്നാൽ മതി. നമുക്കിത് പൊളിറ്റിക്കലായി മൂവി തരാം. നിങ്ങളുടെ ഒറ്റ ചെങ്ങായല്ലേ ആ കുറ്റിപ്പുഴ MLA? ഒന്ന് വിളിച്ചു നോക്കിയല്ലോ. ഇങ്ങനത്തെ ചുക്കളി പരിപാടിക്കൊന്നും മൂപ്പരെ വിളിക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് പ്രാദേശികമായിട്ട് ഡീൽ ആവുന്ന കാര്യമുള്ളൂ. ഇനി ഒരു കാര്യങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി എടുത്തു. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല. നമ്മൾ പ്രതികരിക്കണത് എന്ന് ചിരക്കാണ്ട വെള്ളം കുടിച്ച് വീട്ടിൽ പോകാൻ നോക്കണം. അപ്പൊ നിങ്ങൾ പാര ടീമാ? അതെ, ഇതിലും വലുതെന്തോ വരാനില്ലെന്നാ എന്റെ സംശയം. പാണ്ടി മച്ചാ പറയടാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിഥി നമ്പറിലേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ട് കിട്ടണല്ലോ, സ്വിച്ച് ഓഫ് ആണ്. എന്താടാ കല്യാണോ? എപ്പോ? മച്ചാ ഒരു മിനിറ്റ്, എനിക്ക് വേറെ കോൾ വരണം. ഹേ അതിഥി, ഐ വാസ് ട്രൈങ് ടു കോൾ യു. I'm getting married next week. Why don't you honor me? Chips देना? एक पैकेट. Welcome to Kerala. Thank you. Welcome. 150 rupees. ചേട്ടാ പാട്ടിന് ശബ്ദം കൊടുത്തിരിക്കട്ടെ, എത്ര പ്രാവശ്യം പറയണം? ദേ അവളിപ്പോ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അവള് പറയണേ, ഞാൻ അവളെ ബാലേട്ടന്റെ വീട്ടിൽ കൊണ്ടോട്ടെ. എന്നും വീട്ടിൽ 4 നേരം മീനും കൂട്ടി ചോറ് കിട്ടും, ചോദിക്കാതെ കാശും കിട്ടും. അത് മുടക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ ഇവിടെ എവിടെ കൊണ്ടുപോകും? എന്റെ വീട് ഫ്രീ ആണ് കേട്ടോ. താ അവിടെ ചിലക്കാണ്ട് വണ്ടി പിടിച്ചാൽ മാത്രം മതി കേട്ടാ.
ഞാൻ ഇവിടെ പറഞ്ഞ ആ എനിക്കിപ്പോഴും സംശയം മാറുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലേ ബാലേട്ടാ, സത്യമായിട്ടും അവളെന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. എന്നാലും അവളെങ്ങനെ പഞ്ചാബിൽ നിന്ന് നിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെട്ടു? അത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, അവളുടെ വീട്ടിലാകെ പ്രശ്നമായി. അവളുടെ ചേട്ടൻ അവളുടെ കല്യാണം കഴിച്ചു ഉറപ്പിച്ചു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോന്നതാ. ഇവിടെ ആകുമ്പോ പിന്നെ അവൾ അന്വേഷിച്ച് ആരും വരില്ലല്ലോ. പത്തായത്ത് നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പഞ്ചാബിന്നേ വരും. അത് പറഞ്ഞപ്പോഴേ ആലോചിച്ചു, നമുക്കിവിടെ 10,000 ഒളിപ്പിച്ചാലോ? തൽക്കാലം അവളെ ആരും കാണാൻ നിന്റെ വീട്ടിൽ ഒളിപ്പിക്കും. നാളെ അമ്മാവനും അമ്മായും ഉണരാൻ വെച്ച അലാറത്തിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് നമുക്ക് സൗകര്യപൂർവ്വം ആലോചിക്കാം. ഓക്കെ അമ്മേ? കം. എത്രയും 150. Put your phone in silent mode. അയ്യോ, Is that the akhada? What? Yes. Akhada. Okay. ഇതെവിടായിരുന്നു? ഫ്രണ്ടാ. ഹായ് ചിപ്സ്. കൊടുത്തോ? എന്റെ കൊച്ചെ, ഇവനെ പറ്റി രണ്ടുപേരോട് അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് പോന്നാ പോരായിരുന്നോ? ആ വണ്ടിക്കാശ് എങ്ങനെ ലാഭിക്കായിരുന്നു? എഴുതട്ടെ, വാ പുഷപ്പടിക്ക്. Please don't come out until I call you. Okay? Okay, पर मुझे बहुत भूख लगी है. എന്നാ ബുക്കാ? ബുക്കല്ല, ബുക്ക്. വിശപ്പ്. ഈ പാതിരാത്രിയിലാണോ നിന്റെ വിശപ്പ്? ഒരെണ്ണം. അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അവിടെ എണ്ണകാരെ ചിപ്സ്. മോനെ ദാസ, ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? അതെ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഇതാരും അറിയണ്ട. പിന്നെ നാളെ രാവിലെ അച്ഛനും അമ്മയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. മറക്കരുത്. മറക്കില്ല. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. എണ്ണ കാറിയതാണെങ്കിൽ എണ്ണ കാറിയ ചിപ്സ്. ഹലോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി. തല്ലരുത്, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ക്യാപ്റ്റൻ ടീച്ചർ എഴുന്നേറ്റിട്ടുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ട് പോയി. ദീദി എവിടെ? രാവിലെ തന്നെ നല്ല ബുക്ക് ടൈം ടേബിളിലുണ്ട്. പിന്നെ സിലബസ് തീർക്കണം മനുഷ്യ, പരീക്ഷ വരുന്നത്. അച്ഛനമ്മ തിന്നവല്ലേ? അച്ഛനമ്മ എത്തി, ഇനി എന്ത് ചെയ്യും? എന്നെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ. അതപ്പോലെ ഇതേതോ വലിയ പെണ്ണ. പിന്നെ അവിടെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ അതെ, ഞാൻ അറിയാത്തൊരു ഡാൻസ് ടീച്ചർ. മച്ചിലൊളിച്ചാലോ? ദേ ഫയൽവാനെ, സത്യം പറഞ്ഞോ, നിങ്ങൾ ഈ ഗാട്ടാ ഗുസ്തി നാട്ടു ഗുസ്തി എന്ന് പറഞ്ഞ് നാട് മുഴുവൻ തെറ്റി നടന്നിട്ട് വല്ലയിടത്തുനിന്ന് അച്ഛനെ അന്വേഷിച്ച് വന്നാണോ? അടിച്ചു നിന്നെ പെടലിഞ്ഞ എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ, അത് തന്നെ. ചിലപ്പോ നിന്റെ ചേച്ചി ആയിരിക്കും മോളെ, അച്ഛനോട് ചോദിക്കേ. അപ്പൊ നിന്റെ ഫ്രണ്ട് അല്ലേ? എന്റെ ഫ്രണ്ടൊന്നും അല്ല. പിന്നെ ഇതാരടി? നിങ്ങൾ എവിടെ ഈ പുറകോട്ട് പോകുന്നു? നിങ്ങൾ വാങ്ങിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്നെ ഒറ്റയാലും നീ എന്നെ ഒറ്റ.